ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ BSലെ 3rd ചാപ്റ്ററാണ്. ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. കറണ്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ബേസിക് സയൻസിൻ്റെ ക്ലാസ്സസ് മാത്രം മതിയെങ്കിൽ STD7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. നമുക്ക് പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രാൻഡ് ഫാദറും ഒരു മുത്തശ്ശനും ഒരു കുട്ടിയും കൂടെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. നോക്കൂ. ഓ, ദ പവർ ഈസ് ഓഫ്, കാൺട്ട് സീ എനിത്തിങ്. കറണ്ട് പോയല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഗ്രാൻഡ് ഫാദർ പറയാണ്. അപ്പോൾ കുട്ടി എന്താ മറുപടി കൊടുക്കുന്നത്? ദർ ഈസ് എൻ എമർജൻസി ലാമ്പ്, ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ഗ്രാൻഡ് പാ. അവിടെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, എമർജൻസി ലൈറ്റ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലേ. ആ എമർജൻസി ലൈറ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി ഗ്രാൻഡ് പാ എന്ന് പറയുകയാണ്. സോ നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് പോയാൽ നമുക്കിന്ന് വെളിച്ചം കാണാൻ പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട് അല്ലേ. എമർജൻസി ലാമ്പ്സ് ഉണ്ട്, അതുപോലെ ചില വീട്ടിൽ ഇൻവേർട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇൻവേർട്ടർ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് കറണ്ട് നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ കിട്ടും. പിന്നെ അതുപോലെയോ ചിലയിടത്ത് മെഴുകുതിരി കത്തിക്കും, അതുപോലെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കും. അതുപോലെ ഇപ്പോൾ കറണ്ട് പോയാൽ കത്തുന്ന ലൈറ്റുകളുണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഹോൾഡറിലേക്ക് തന്നെ, ബൾബ് ഹോൾഡറിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റുകളുണ്ട്. അതൊക്കെ ഉണ്ടെന്ന് സജ്ജീകരണങ്ങളായിട്ട്. Above is a scene from home. Haven't we experienced similar situations at our home as well? അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മളുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട്. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഈസ് എ പവർ ഫെയിലർ? കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വെളിച്ചം കിട്ടാനായിട്ട് സാധാരണ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ക്യാൻഡിൽസ് ആർ യൂസ്ഡ്, മെഴുകുതിരികൾ യൂസ് ചെയ്യും. അതുപോലെ എമർജൻസി ലാംപ്സ് ആർ യൂസ്ഡ്, എമർജൻസി ലാംപ്സ് യൂസ് ചെയ്യും. കെറോസിൻ ലാംപ്സ് യൂസ്ഡ്, മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കും അല്ലേ. Haven't you realized that people take different measures when there is power failure? Using an emergency lamp is one among them. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കറണ്ട് പോയാൽ വെളിച്ചം കിട്ടാൻ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരെണ്ണമാണ് എമർജൻസി ലാമ്പ്. ഡു യു ഹാവ് ആൻ എമർജൻസി ലാമ്പ് അറ്റ് യുവർ ഹോം? ഷോൾ വി മേക്ക് വൺ? നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയാലോ എന്നാണ് ചോദിക്കുന്നത്. ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ നമുക്കിനി ചെയ്യാനുള്ളത്. ഹൗ ടു കൺസ്ട്രക്ട്, നമുക്ക് എങ്ങനെ എമർജൻസി ലാമ്പ് മേക്ക് ചെയ്യാം മക്കളെ? വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു മേക്ക് എൻ എമർജൻസി ലാമ്പ്? റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണ്ടി വരും മക്കളെ? ഹൗ വിൽ വി ഗെറ്റ് ദ ഇലക്ട്രിസിറ്റി ടു മേക്ക് ദ എമർജൻസി ലാമ്പ് വർക്ക്? എമർജൻസി ലാമ്പ് വർക്ക് ചെയ്യാൻ, പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് എങ്ങനെ കിട്ടും? അതിന് നമ്മളൊരു ബാറ്ററി ഘടിപ്പിക്കേണ്ടി വരും അല്ലേ. സോ ബാറ്ററി നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഡോണ്ട് വി നീഡ് എ ബൾബ് ടു ഗെറ്റ് ലൈറ്റ്? ലൈറ്റ് പ്രകാശിപ്പിക്കാനാണെങ്കിൽ ഒരു ബൾബ് വേണം. അപ്പോൾ ബൾബും അതിന് വേണ്ട ഒരു സാധനമാണ്. ഹൗ വിൽ വി കണക്ട് ഈച്ച് പാർട്ട്? ഓരോ പാർട്ടും എങ്ങനെ കണക്ട് ചെയ്യാം? അതിനൊരു വയർ വേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ ഒരു കണക്ടർ വേണ്ടി വരും. അപ്പോൾ അതും അതിന് വേണ്ട സാധനമാണ്. ഹൗ വിൽ വി മേക്ക് എ സ്റ്റാൻഡ്? പിന്നെ അതിനുള്ള സ്റ്റാൻഡ് എങ്ങനെ നിർമ്മിക്കാം? ആ സ്റ്റാൻഡ് നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കളും എന്താണ്? ഇതിന് വേണ്ട തിങ്സിൽ പെട്ടുന്നതാണ് കേട്ടോ. യു മേ ഹാവ് സച്ച് ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് യുവർ ഐഡിയ ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കൂടി ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. യു നോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജി ഫോമാണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ എനർജി ഫോം നമുക്ക് ഈസിലി എല്ലാ മെത്തേഡ്സിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. അതായത് ലൈറ്റ് എനർജി ആക്കാം, ഹീറ്റ് എനർജി ആക്കാം, മെക്കാനിക്കൽ എനർജി ആക്കാം. അതിലേക്കൊക്കെ ഈ ഇലക്ട്രിക് എനർജി നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ലെറ്റ്സ് ചെക്ക് സം ഫാക്ട്സ് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ എനർജി. Where do we get electricity from? Pictures of some devices are given below. Observe them. Where does each of these devices get its electricity from? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നമുക്ക് താഴെ കുറച്ച് ഡിവൈസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ ഡിവൈസസിനൊക്കെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് റിമോട്ടാണ്. റിമോട്ടിന് ബാറ്ററിയിൽ നിന്നാണ് അല്ലേ അതിന് വേണ്ട വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി കിട്ടുന്നത്.
പിന്നെ അടുത്തത് ക്ലോക്കിനും ബാറ്ററിയിൽ നിന്നാണ്. മൊബൈൽ ഫോണിന് ബാറ്ററിയാണ്. എമർജൻസി ലാമ്പ് അത് ബാറ്ററിയാണ്, പക്ഷേ ഓക്കെ ബാറ്ററിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കറണ്ട് കൊടുത്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നു, ലൈക്ക് നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ. പിന്നെ അടുത്തത് അയൺ ബോക്സിനും ഇതുപോലെ ഇലക്ട്രിസിറ്റി നമുക്ക് എന്താണ് ആ രീതിക്കാണ് കിട്ടുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം ഡിവൈസസ് ദാറ്റ് സപ്ലൈ ഇലക്ട്രിസിറ്റി. ഇനി ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ കറണ്ട് ലഭിക്കുന്ന കുറച്ച് ഡിവൈസുകൾ താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തേത് സെല്ലാണ്, രണ്ടാമത്തേത് ബാറ്ററി, പിന്നെ നമ്മളുടെ വീട്ടിൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി അല്ലേ. അതുപോലെ നെക്സ്റ്റ് സോളാർ എനർജി, സോളാർ പാനലല്ലേ തന്നിരിക്കുന്നത്. We use them on different occasions in our daily life. Let's learn more about them. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങളാണല്ലേ. ഇതൊക്കെ എന്താണ്, സോഴ്സ് ഓഫ് കറണ്ട് ആണ്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. You know that electric cells, generators, solar cells, etc. are the devices that provide electricity. Devices that provide electricity are termed as sources of electricity. അപ്പോൾ നമുക്ക് കറണ്ട് തരുന്ന ഡിവൈസുകളെ നമ്മൾ ഇലക്ട്രിസിറ്റി സോഴ്സസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് കേട്ടോ പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് സെല്ല്, ബാറ്ററി, ജനറേറ്റർ, സോളാർ സെൽസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. യു ഹാവ് ലേൺ ദാറ്റ് ഇലക്ട്രിക് സെൽസ് ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ഇൻ ദം. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം. അപ്പോൾ ഇലക്ട്രിക് സെൽസ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ്. ഈ ഇലക്ട്രിക് സെൽസിലും ബാറ്ററീസിലും ഒക്കെ എന്താ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജിയെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കും. എങ്ങനെ, കെമിക്കൽ എനർജി ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആവശ്യം വരുന്ന സമയത്ത് ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. Cell and battery. Have you heard of cell and battery? What is the difference between cell and battery? Look at this picture below. നമുക്ക് അവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ഫിഗർ സെല്ലിൻ്റെ ഫിഗറാണ്, രണ്ടാമത്തെ ഫിഗർ ബാറ്ററിയുടെ ഫിഗറാണ്. സോ എന്താ മക്കളെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്നിലധികം സെൽസ് കൂടി ചേരുമ്പോഴാണ് ബാറ്ററി ആവുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം സെൽസ് കൂടി ചേർന്നതിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ. A battery is an arrangement made by connecting more than one cell into a single unit. Observe the pictures A, B, C, in which the cells are connected in 3 different ways. Do all of them represent the right way for making a battery? Which one will give more electricity? അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം സെൽസ് ഒരു സിംഗിൾ യൂണിറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുക. നമുക്ക് താഴെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നോക്കൂ, അതിൽ എ സെൽസുകൾ തന്നെയാണ് കേട്ടോ, ബാറ്ററികൾ തന്നെയാണ് തന്നിരിക്കുന്നത്, 2 സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ, ഒരു പോസിറ്റീവും ഒരു സെല്ലിൻ്റെ പോസിറ്റീവും മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. അത് കറക്റ്റായിട്ടുള്ള മെത്തേഡാണ്. രണ്ടാമത്തേത് നോക്കൂ, 2 പോസിറ്റീവ് സൈഡ്സ് കണക്ട് ചെയ്യുന്നു. പിന്നെ ആ സെല്ലിൽ നിന്ന് അതിൻ്റെ നെഗറ്റീവിലേക്ക് മറ്റൊരു സെല്ലിൻ്റെ പോസിറ്റീവ് പാർട്ട് കണക്ട് ചെയ്യുന്നു. സോ ഇതിൽ ഈ പോസിറ്റീവും കണക്ട് ചെയ്ത ഭാഗത്ത് എന്താണ്, കറണ്ടൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് എന്താണ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യില്ല കേട്ടോ. ഇനി സി പിക്ചർ നോക്കൂ, ഒരു പോസിറ്റീവും മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവും, പിന്നെ ആ സെല്ലിൻ്റെ പോസിറ്റീവും മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവും. അപ്പോൾ ഇതിൽ എയും സിയുമാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡിലുള്ള കണക്ഷൻസ്. ഇതിൽ തന്നെ കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത് സിയിൽ നിന്നാണ്, കാരണം അതിൽ 3 സെല്ലുകൾ കണക്റ്റഡ് ആണ്. സോ അതിൽ കുറച്ചുകൂടെ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടും. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഇനി താഴെ നമുക്കൊരു ക്ലോക്കിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. ഫ്രം വിച്ച് സോഴ്സ് ഡു ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി? ഈ 2 പിക്ചറിൽ നിന്നും ഈ 2 പിക്ചറിലും ഉള്ള ഒബ്ജക്ട്സിന് എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? ഒന്നാമത്തേതിൽ ക്ലോക്കിന് നമുക്കറിയാം ബാറ്ററിയിൽ നിന്നാണ്. രണ്ടാമത്തേത് നമ്മൾ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തിട്ടാണ് അല്ലേ അത് ചാർജ് ചെയ്യുന്നത്. What is the difference between the sources of electricity used in these devices? ഈ 2 ഡിവൈസിലും യൂസ് ചെയ്ത ബാറ്ററീസിന് എന്താണ് ഡിഫറൻസ് ഉള്ളത്? അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം ക്ലോക്ക്, അതിൽ ചാർജ് കഴിഞ്ഞാൽ, ആ ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുമോ? ഇല്ല, നമുക്കത് റീചാർജ് ചെയ്യാനായിട്ട് കഴിയില്ല. പകരം നമ്മൾ വേറെ ബാറ്ററി അല്ലെങ്കിൽ വേറെ സെല്ല് മാറ്റിയിടും അല്ലേ. എന്നാൽ മൊബൈൽ ഫോണിൽ അങ്ങനെയാണോ? നമ്മൾ ചാർജ് തീരുമ്പോൾ വീണ്ടും ബാറ്ററി മാറ്റുന്നുണ്ടോ? ഇല്ല, ചാർജ് തീരുമ്പോൾ നമ്മളത് റീചാർജ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കറണ്ടിൽ കുത്തിയിട്ട് വീണ്ടും അത് ചാർജ് ചെയ്യും അല്ലേ. സോ ഒന്നാമത്തേത് നോൺ റീചാർജബിളും രണ്ടാമത്തേത് റീചാർജബിളുമാണ്.
അതായത് സെൽസിനെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. ഒന്ന് റീചാർജബിൾ, രണ്ടാമത്തേത് നോൺ റീചാർജബിൾ. വാട്ട് വുഡ് യു ഡു ഇഫ് ദ സെൽ ഇൻ എ ക്ലോക്ക് ഈസ് നോട്ട് വർക്കിംഗ്? വാട്ട് ഇഫ് യുവർ മൊബൈൽ ഫോൺ റൺസ് ഔട്ട് ഓഫ് ചാർജ്? എ സെൽ ഇൻ എ ക്ലോക്ക് cannot be used again when its charge is completely used up, but the battery in mobile phones can be recharged and used again. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളുടെ ക്ലോക്കിലെ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, ഒരെണ്ണം നശിച്ചു കഴിഞ്ഞാൽ അല്ല, അല്ലെങ്കിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ. പക്ഷേ മൊബൈൽ ഫോൺസ് ബാറ്ററി അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റീചാർജ് ചെയ്യാം. You may be using rechargeable and non-rechargeable cells in different devices at home. Classify them and write in your science diary. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് സെൽസ് റീചാർജ് ചെയ്യുന്നതും റീചാർജ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഓരോന്നും റീചാർജബിൾ ഏതൊക്കെ, നോൺ റീചാർജബിൾ ഏതൊക്കെയെന്ന് തരം തിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റീചാർജബിൾ സെൽസിന് എക്സാമ്പിൾസ് ആണ് മൊബൈൽ ഫോൺ, എമർജൻസി ലാമ്പ്, ലാപ്ടോപ്പ്, പവർ ബാങ്ക്, ഹിയറിംഗ് എയ്ഡ്സ്, ക്യാമറ, സ്മാർട്ട് വാച്ചസ് തുടങ്ങിയവ. പിന്നെ നോൺ റീചാർജബിൾ സെൽസിന് എക്സാമ്പിൾസ് ആണ് ഫ്ലാഷ് ലൈറ്റ്സ്, ടോയ്സ്, പിന്നെ അതുപോലെ അലാം ക്ലോക്ക്സ്, റിമോട്ട് കൺട്രോള്, അതുപോലെ വാച്ചസ് ഒക്കെ. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി കറണ്ടിൻ്റെ ഒരു ചെറിയ ചരിത്രമാണ് നോക്കുന്നത്. ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് എക്സെട്ര ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഇലക്ട്രിസിറ്റിയും ലൈറ്റും ഹീറ്റും സൗണ്ടൊക്കെ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള എനർജി ഫോംസ് ആണ് അല്ലേ. ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി വൈഡ്ലി യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. വളരെ വലിയ തോതിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു എനർജി ഫോമാണ് എന്ത്, ഇലക്ട്രിസിറ്റി. ദ ഏൻഷ്യൻ ഗ്രീക്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആംബർ, a kind of thickened resin, could attract substances like hair when it was rubbed against wool. പുരാതന ഗ്രീക്കുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, എന്ത്, ആംബർ എന്ന് പറയുന്ന വസ്തു എന്താണ്, അതൊരു തിക്കൻഡ് റെസിനാണ് കേട്ടോ, കട്ടി കൂടിയ റെസിനാണ്. അത് നന്നായിട്ട് നമ്മളുടെ എന്താണ് ഉരതി കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. എങ്ങനെ, നമ്മളുടെ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ കമ്പിളിയിലൊക്കെ കാണിക്കുന്ന സമയത്ത് അത് അട്രാക്റ്റ് ചെയ്യില്ലേ, അതുപോലെ അട്രാക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. Subsequently, numerous experiments conducted by a number of people over the years led to the production and use of electricity as seen today. അതിനുശേഷം ഒരുപാട് ആളുകൾ, ഒരുപാട് ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സും കണ്ടക്ട് ചെയ്തിട്ടാണ് കറണ്ടിനെ, ഇലക്ട്രിസിറ്റിയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക്, വേരിയസ് ആയിട്ടുള്ള വലിയ തോതിലുള്ള പ്രൊഡക്ഷൻസിലേക്ക് വരെ നയിച്ചത്. ലൈറ്റിംഗ് എ ബൾബ് വിത്ത് എ ബാറ്ററി. ഇനി ഒരു ബാറ്ററി ഉപയോഗിച്ച് ഒരു ബൾബ് എങ്ങനെ പ്രകാശിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. യൂഷ്വലി വി ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രിസിറ്റി ബൾബ്സ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് ആർ ഇൻ യൂസ്. ഒബ്സർവ് ദിസ് പിക്ചർ. വാട്ട് കൈൻഡ് ഓഫ് ബൾബ്സ് ആർ യൂസ്ഡ് ഇൻ എമർജൻസി ലാമ്പ്? എന്താണ് മക്കളെ, വ്യത്യസ്ത തരത്തിലുള്ള ബൾബുകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ നമ്മളൊരു എമർജൻസി ലാമ്പ് എടുക്കുക. ആ ലാമ്പിൽ ഏത് തരത്തിലുള്ള ബൾബാണ് യൂസ് ചെയ്യുന്നത്? LED ബൾബാണല്ലേ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? LED ഓർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ഫുൾ ഫോം ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, പഠിച്ചു വെക്കണം LED ഫുൾ ഫോം. ഇറ്റ് ഹെൽപ്സ് ടു സേവ് എനർജി കൺസിഡറബിളി. CFL requires less energy compared to filament lamps. CFL was widely used till recently, but nowadays CFL is not commonly used. LED bulbs require less energy than CFL. New generation LED bulbs have also been invented recently. Inquire about them. ആദ്യത്തെ കാലത്തൊക്കെ നമ്മൾ എന്തായിരുന്നു, CFL ലാമ്പുകളായിരുന്നു യൂസ് ചെയ്യുന്നത്. കാരണം CFL ഫിലമെൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ച് വളരെയധികം കുറഞ്ഞ എനർജി ആയിരുന്നു ചിലവാക്കിയിരുന്നത്. എന്നാൽ CFLിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ LED ബൾബുകൾക്ക് വളരെ എനർജി ലോസ് കുറവാണ്, അല്ലെങ്കിൽ ഊർജ്ജ നഷ്ടം ആണ് എന്താണ് കുറവാണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാനായിട്ട് ലെസ് എനർജി മതി, വളരെ കുറച്ച് എനർജി തന്നെ അത് യൂസ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും LED ആണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അത് എനർജി സേവ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ എനർജി നമുക്ക് എന്താണ് കുറച്ചുകൂടെ സംരക്ഷണത്തിനും സഹായിക്കും. നമുക്കവിടെ താഴെ ഫിലമെൻറ്റ് ബൾബിൻ്റെ, അതുപോലെ CFLിൻ്റെ ഫുൾ ഫോം ആണ് കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് ലാമ്പ്, അതും കാണാതെ പഠിക്കണം. പിന്നെ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, 3 ബൾബുകളുടെയും പിക്ചർ തന്നിട്ടുണ്ട്. LED മൊഡ്യൂൾ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 LED ബൾബ്സ് ഇൻ എ സ്ട്രിപ്പ്. ഒരു സ്ട്രിപ്പിൽ ഒന്നിലധികം LED ബൾബുകൾ കണക്ട് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഡോണ്ട് യു ഹാവ് കണക്റ്റിംഗ് വയേഴ്സ്, LED മൊഡ്യൂൾ, 9 വോൾട്ട് ബാറ്ററി ആൻഡ് എ കണക്ടർ ഇൻ യുവർ സയൻസ് കിറ്റ്? ട്രൈ ടു ലൈറ്റ് അപ്പ് ദ LED മൊഡ്യൂൾ യൂസിങ് ദം. അപ്പോൾ നിങ്ങളുടെ സയൻസ് കിറ്റിലുള്ള വയർ, കണക്റ്റിംഗ് വയർ, പിന്നെ LED മൊഡ്യൂൾ, 9 വോൾട്ടുള്ള ബാറ്ററി, പിന്നെ ഒരു കണക്ടറും, അതായത് ഒരു വയർ, ഇത് യൂസ് ചെയ്തിട്ട് ഒരു LED മൊഡ്യൂൾ പ്രകാശിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എക്സ്പെരിമെൻറ്റ് ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുക. കുഡ് ഓൾ ദ ഗ്രൂപ്പ്സ് ലൈറ്റ് അപ്പ് ദ ബൾബ്? ഡ്രോ ദ മോഡ് ഓഫ് കണക്ഷൻ ഇൻ യുവർ സയൻസ് ഡയറി. എല്ലാ ഗ്രൂപ്പിനും ബൾബ് പ്രകാശിപ്പിക്കാനായിട്ട് സാധിച്ചോ? അതുപോലെ അതിൻ്റെ കണക്ഷൻ്റെ മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾ കണക്ഷൻ കൊടുത്തത്, ആ മോഡലും വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്.
Having you lighten the LED bulb, write down the electric source and electric devices used for this other than the connecting wire. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇലക്ട്രിക് സോഴ്സ് ഏതാണ്? ബാറ്ററിയാണ്. 9 വോൾട്ട് ബാറ്ററി അല്ലേ, 9 വോൾട്ട് ബാറ്ററിയാണ്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഡിവൈസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഇലക്ട്രിക് ഡിവൈസ് ഏതാണ് മക്കളെ? കണക്ടറാണ് അല്ലേ. ഇനി ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സ് ടു എ ഡിവൈസ്. ഒരു ഇലക്ട്രിക് സോഴ്സിൽ നിന്ന് ഒരു ഡിവൈസിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ദ സർക്യൂട്ട് റിക്വയേഴ്സ് അറ്റ്ലീസ്റ്റ് ആൻ ഇലക്ട്രിക് സോഴ്സ് കണക്റ്റിംഗ് വയർ ആൻഡ് ആൻ ഇലക്ട്രിക് ഡിവൈസ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ചുരുങ്ങിയത് ഒരു ഇലക്ട്രിക് സോഴ്സ് വേണം, അതായത് ഒരു സെല്ലോ ബാറ്ററി എന്തെങ്കിലും വേണം. പിന്നെ ഒരു കണക്റ്റിംഗ് വയർ വേണം, നമ്മൾ അതിനെ രണ്ടിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വയർ വേണം. പിന്നെ ഒരു ഇലക്ട്രിക് ഡിവൈസും വേണം. ഇവിടെ ഇലക്ട്രിക് ഡിവൈസ് LED മൊഡ്യൂൾ ആയിരുന്നു, അതുപോലെ ഒരു ഇലക്ട്രിക് ഡിവൈസും വേണം. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. പാർട്സ് ഓഫ് സർട്ടൻ സർക്യൂട്ട്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. നമുക്ക് താഴെ 3 സർക്യൂട്ടുകളുടെ പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ പാർട്സിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. വിൽ ദ ബൾബ്സ് ഇൻ ദീസ് സർക്യൂട്ട്സ് ഗ്ലോ? വൈ? അനലൈസ് ദ പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. ഈ 3 സർക്യൂട്ടിലെയും ബൾബ് പ്രകാശിക്കുമോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ മക്കളെ, ഇല്ല അല്ലേ. എന്താണ് കാരണം? സർക്യൂട്ട് 1 നോക്കൂ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ആ റെഡ് വയർ ബൾബിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. സർക്യൂട്ട് 2 നോക്കൂ, ആ ബ്ലൂ വയർ സെല്ലിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. സർക്യൂട്ട് 3 നോക്കൂ, ആ റെഡ് വയർ പകുതിക്ക് വെച്ച് കട്ടായിട്ടുണ്ട് അല്ലേ. സോ ഇത് 3ഉം എന്താണ്? പ്രകാശിക്കില്ല, ബൾബ് 3ലും കത്തില്ല. കാരണം എന്താണ്? ഈ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ട് പൂർത്തിയായെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം അതിന് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. അതായത് അതിന് എവിടെയും നമുക്ക് ഗ്യാപ്പ് ഒന്നും കാണാൻ കഴിയില്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. എന്നാൽ ഒരു സർക്യൂട്ടിന് ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റോ ആണെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട 3 പിക്ചറിലും വയർ എന്താണ്? കട്ടാണ്, അല്ലെങ്കിൽ വയർ കണക്റ്റ് ആയിട്ടില്ല, വയർ പൂർത്തിയായിട്ടില്ല. അവിടെ കട്ട് ചെയ്തിരിക്കുന്നു, അവിടെ ഒരു ഓപ്പണിങ് നിങ്ങൾക്ക് കാണാം, അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്. സോ അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്താണ്? ഇലക്ട്രിക് ഡിവൈസ് പ്രവർത്തിക്കില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡിവൈസ് പ്രവർത്തിക്കണമെങ്കിൽ ആ സർക്യൂട്ട് എന്താവണം? ക്ലോസ്ഡ് സർക്യൂട്ട് ആവണം, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് സർക്യൂട്ട് ആവണം. Are the following circuits closed or open? Why? Analyze the figures and write down in the science diary. താഴെ 2 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്, ഇതിൽ ഓപ്പൺ ഏതാണ് ക്ലോസ് ഏതാണ്? പിക്ചർ 1, സർക്യൂട്ട് 1 കംപ്ലീറ്റ് അല്ല, സോ അതുകൊണ്ട് അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. സർക്യൂട്ട് 2 കംപ്ലീറ്റ് ആണ്, അഥവാ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അതിലവിടെ ബൾബ് ലൈറ്റ് ചെയ്യുന്ന പ്രകാശിക്കുന്ന പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അതാണ് ഇങ്ങനെ ബൾബിന് ചുറ്റും വരകൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വി യൂസ് ബൾബ്സ് ആൻഡ് ഫാൻസ് വൈൽ വി ആർ ഇൻ എ റൂം, ദെൻ ആർ ദ സർക്യൂട്ട്സ് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പൺ? അപ്പോൾ നമ്മളൊരു റൂമിലിരിക്കുമ്പോൾ ബൾബും ഫാനും ഒക്കെ ഇടും. അപ്പോൾ ആ സർക്യൂട്ട് ഓപ്പൺ ആണോ ക്ലോസ് ആണോ? ക്ലോസ് ആണ്. ഡോണ്ട് യു സ്വിച്ച് ഓഫ് ദ ബൾബ്സ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം? ഹൗ ക്യാൻ വി മേക്ക് സർക്യൂട്ട്സ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആസ് റിക്വയർഡ്? നമ്മൾ എന്നാൽ റൂമിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നമ്മളത് ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമ്മളത് ഓഫ് ചെയ്യും അല്ലെ, സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു സർക്യൂട്ടിനെ ഓപ്പൺ ആക്കാനും ക്ലോസ്ഡ് ആക്കാനും സഹായിക്കുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ് എന്ത്? സ്വിച്ച് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ. വാട്ട് അറേഞ്ച്മെൻറ്റ് ഡു യു സീ ഇൻ ദ പിക്ചർ ടു ടേൺ ദ ബൾബ് ഓൺ ആൻഡ് ഓഫ് വെൻ എവർ റിക്വയർഡ്? ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബൾബ് പ്രകാശിക്കാനും അതുപോലെ ഓഫ് ആവാനും നമ്മളെ സഹായിക്കുന്ന ഡിവൈസ് എന്താണ്? സ്വിച്ചാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ആ സർക്യൂട്ടിൽ സെല്ലിൻ്റെ ആ വയറിൻ്റെയും സെല്ലിൻ്റെ റെഡ് വയറിൻ്റെ ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. എ സർക്യൂട്ട് ബിക്കംസ് ക്ലോസ്ഡ് വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, ഇറ്റ് ബിക്കംസ് ഓപ്പൺ വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്. അപ്പോൾ ഒരു സർക്യൂട്ടിനെ നമുക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ അതിനെ നിശ്ചലമാക്കണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? സ്വിച്ച് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് ഓപ്പൺ ആവുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കാതെ ഇരിക്കുന്നു. Can you include a switch also in the circuit you have made? Do it in groups and present it in the class. ഇനി നിങ്ങൾ നേരത്തെ ചെയ്ത ആ സർക്യൂട്ടിൽ നിങ്ങളൊരു സ്വിച്ച് കൂടെ ഘടിപ്പിച്ചിട്ട് അത് എന്ത് ചെയ്യുക? ആ സർക്യൂട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് തന്നിട്ടുണ്ട്. വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദം. ഓരോ സിറ്റുവേഷനിലും നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സ്വിച്ചുകളാണ് യൂസ് ചെയ്യുന്നത്.
അതിനുള്ള ആ ഒരു സ്വിച്ചിൻ്റെ ഫോട്ടോസാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഓർഡിനറി സ്വിച്ച്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ച്. പിന്നെ ടു വേ സ്വിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിവൈസിന് തന്നെ 2 സ്വിച്ച് നമ്മൾ വെക്കും. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫാനാണെന്ന് വിചാരിക്കുക. ഫാനിന് നമ്മൾ മെയിനായിട്ടൊരു മുകളിൽ ഒരു സ്വിച്ച് ബോർഡിലൊരു സ്വിച്ച് ഉണ്ടാവും. പിന്നെ നമ്മളുടെ ബെഡ് ലാമ്പിൻ്റെ അടുത്തായിട്ട്, ബെഡിനടുത്തായിട്ട് ബെഡ് ലാമ്പിനും ഫാനിനും വേണ്ടിയിട്ട് അതേ സ്വിച്ച് തന്നെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ മുകളിലുള്ള സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കത് തന്നെ ഓഫ് ചെയ്യണമെന്നില്ല. പകരം നമ്മളുടെ ബെഡിനടുത്തുള്ള സ്വിച്ചും ഓഫ് ചെയ്യാം. അതായത് രണ്ടും ആ ഡിവൈസിന് നമുക്ക് യൂസ് ചെയ്യാം. പിന്നുള്ളത് ബെൽ സ്വിച്ചാണ്. ബെല്ലിനൊക്കെയുള്ള, കോളിംഗ് ബെല്ലിനൊക്കെയുള്ള സ്വിച്ച്. അതുപോലെ പുഷ് ബട്ടൺ സ്വിച്ച്, പിന്നെ അതുപോലെ സ്ലൈഡിംഗ് സ്വിച്ച്, പിന്നെ അവസാനത്തേത് മെയിൻ സ്വിച്ച്. Flow of electricity. In the circuit you have made electricity from the battery reaches the bulb only when you switch it on. How does electricity reach the bulb from the battery? To all substances allow electricity to pass through. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ സർക്യൂട്ട് നിർമ്മിച്ച സമയത്ത് ഇലക്ട്രിസിറ്റി എന്താണ്, കറണ്ട് ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് പാസ് ചെയ്തു അല്ലേ. എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ത്രൂ ദ വയർ അല്ലെങ്കിൽ ത്രൂ ദ കണ്ടക്ടർ അല്ലേ. കണ്ടക്ടറിലൂടെ, ആ കണ്ടക്റ്റിംഗ് വയറിലൂടെയാണ് പാസ് ചെയ്തത്. അപ്പോൾ എല്ലാ വസ്തുക്കളും നമ്മൾ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിൽ കണക്റ്റിംഗ് വയറിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലുമാണ് വെച്ചിട്ട് ബൾബിലേക്ക് ഘടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ബൾബ് പ്രകാശിക്കുമോ? ഇല്ല. കാരണം എന്താണ്? കാരണം പ്ലാസ്റ്റിക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു വസ്തുവാണ്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ദം ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതും പാസ് ചെയ്യാൻ അയക്കാത്തതുമായിട്ടുള്ള സബ്സ്റ്റൻസസിനെ അറിയാം. അതെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Take the 9-volt battery, connecting wire and the LED module from your science kit. Arrange them as shown in the figure. ഇനി നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് 9 വോൾട്ടുള്ള ബാറ്ററിയും കണക്റ്റിംഗ് വയറും LED മൊഡ്യൂളും എടുത്തിട്ട് ഇതുപോലെ കണക്ട് ചെയ്യുക. Will the LED module glow in the circuit? Why? Connect the ends marked A and B using different materials. ഇപ്പോൾ നമുക്ക് ഈ LED മൊഡ്യൂൾ പ്രകാശിക്കോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? ബിക്കോസ് ആ റെഡ് വയറും ബ്ലൂ വയറും നമ്മൾ തമ്മിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല. അത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സർക്യൂട്ടായിട്ട് നിൽക്കുകയാണ് അല്ലേ. അത് ക്ലോസ്ഡ് ആക്കണം. അപ്പോൾ ആ ക്ലോസ്ഡ് ആക്കാനായിട്ട് AB എന്ന് മാർക്ക് ചെയ്ത 2 പോർഷൻസ് ഇല്ല. അതായത് റെഡ് വയറിൻ്റെ എൻഡും ബ്ലൂ വയറിൻ്റെ എൻഡും, അത് രണ്ടും താഴെ പറയുന്ന കുറച്ച് മെറ്റീരിയൽസ് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഏതൊക്കെയാണ് മെറ്റീരിയൽസ്? സേഫ്റ്റി പിന്ന്, ആദ്യം സേഫ്റ്റി പിൻ വെക്കുക. അതായത് Aയും Bയും കണക്ട് ചെയ്യുന്ന രീതിയിൽ സേഫ്റ്റി പിൻ വെക്കുക. പിന്നെ പീസ് ഓഫ് വുഡ്, പേപ്പർ, സ്റ്റീൽ സ്കെയില്, ചാർക്കോള്, പെൻസിൽ ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാങ്കിള്, മെറ്റൽ ബാങ്കിള്, വെറ്റ് പേപ്പർ, കോപ്പർ വയർ, ഇത്രയും വസ്തുക്കൾ മാറി മാറി നിങ്ങൾ കണക്ഷൻ പൂർത്തിയാക്കണം. ഈ സർക്യൂട്ട് പൂർത്തിയാക്കണം. ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ അങ്ങനെ പൂർത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തപ്പോൾ, ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒബ്സർവേഷൻ? LED മൊഡ്യൂൾ ഗ്ലോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഗ്ലോ ചെയ്യുന്നില്ലേ? അതുപോലുള്ള അതിൻ്റെ ഇൻഫറൻസ്, നിഗമനം, അതെന്തുകൊണ്ടാണ് ഗ്ലോ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഗ്ലോ ചെയ്യാത്തത്, അതും എഴുതുക. ആദ്യം എടുക്കുന്ന മെറ്റീരിയൽ പേപ്പറാണ്. പേപ്പർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. LED മൊഡ്യൂൾ പ്രകാശിക്കില്ല. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കാരണം കറണ്ട് പാസ് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. നെക്സ്റ്റ് സേഫ്റ്റി പിൻ ആകുമ്പോൾ ഇത് LED മൊഡ്യൂൾ ഗ്ലോ. LED മൊഡ്യൂൾ പ്രകാശിക്കും. ബിക്കോസ് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അനുവദിക്കും. മൂന്നാമത്തേത് പീസ് ഓഫ് വുഡ്. ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ because it does not conduct electricity. Next, steel scale. The LED module glow because it conducts electricity. Next, charcoal. The LED module glow because it conducts electricity. Next, pencil graphite. The LED module glow because it conducts electricity. Plastic bangle. The LED module did not glow because it does not conduct electricity. Next, metal bangle. The LED module glow conduct electricity. Next, wet paper. The LED module glow because it conducts electricity. Last one, copper wire. The LED module glow because it conducts electricity. Which of the materials you used to make the LED glow? What could be the reason? Isn't it due to the passage of electricity through those materials? ഇപ്പോൾ LED ബൾബ് പ്രകാശിക്കാനായിട്ട് സഹായിച്ച മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. കോപ്പർ വയേഴ്സ്, പിന്നെ അതുപോലെ ഗ്രാഫൈറ്റ്, പിന്നെ നമ്മളുടെ സേഫ്റ്റി, പിന്നെ ഇതൊക്കെ എന്താണ്? LED മൊഡ്യൂൾ പ്രകാശിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളാണ്. കാരണം എന്താണ്? അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് ആ മെറ്റീരിയൽസിലൂടെ പാസ് ചെയ്യും. വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? അത് നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് എഴുതുക. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിച്ചത്. അതുപോലെ വിച്ച് മെറ്റീരിയൽസ്
ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യാൻ അനുവദിക്കാത്ത മെറ്റീരിയൽസ്? ലൈക്ക് പ്ലാസ്റ്റിക്, പിന്നെ പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബാംഗിൾസ്, പിന്നെ അതുപോലെ വുഡ്, പീസ് ഓഫ് വുഡ്, അതൊന്നും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. Place your fingers over the ends of A and B in the device made for the experiment. Does the LED glow? Repeat the experiment with the wet fingers. What change did you notice? Give reason. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ മെറ്റീരിയൽ എ ബി എന്നുള്ള 2 എൻഡ്സ് ഉണ്ടല്ലോ, ആ വയറിൻ്റെ ആ എൻഡിൽ നിങ്ങളുടെ വിരൽ വെച്ചിട്ട് നോക്കുക. 2 ഭാഗത്തും നിങ്ങളുടെ കൈ വെച്ചിട്ട് നോക്കുക. എന്താണ്? അപ്പോൾ LED ബൾബ് പ്രകാശിക്കോ? ഇല്ല. ഡിഡ് നോട്ട് ഗ്ലോ. പക്ഷേ നിങ്ങളുടെ കൈ നനച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് ഗ്ലോ ചെയ്യും അല്ലേ? കാരണം എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് നല്ലൊരു ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് എന്താണ്, നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇടരുത്, അല്ലെങ്കിൽ നനഞ്ഞ കൈ കൊണ്ട് ഇലക്ട്രിക് ഡിവൈസസ് പിടിക്കരുത് എന്ന് പറയുന്നത്. അതിനുള്ള റീസൺ കണ്ടെത്തിയല്ലോ. ബിക്കോസ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. Conductors and insulators. Conductors are the substances that allow electricity to pass through them. കറണ്ട് ഡിവൈസിലൂടെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് കറണ്ട് കടന്നു പോകാൻ അനുവദിക്കാത്ത സബ്സ്റ്റൻസസ് ആണ്. അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ് ആൻഡ് വാട്ടർ ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇലക്ട്രിക് കണ്ടക്ടേഴ്സിന് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യാൻ അനുവദിക്കുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ആണ് അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, വാട്ടർ തുടങ്ങിയിട്ടുള്ളവ. ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് എക്സെട്ര ആർ ഇൻസുലേറ്റേഴ്സ്. അതുപോലെ നമ്മളുടെ ഉണങ്ങിയ മരക്കമ്പ്, പ്ലാസ്റ്റിക്, പേപ്പർ, ക്ലോത്ത്, ഇതൊക്കെ ഇൻസുലേറ്ററിന് എക്സാമ്പിളാണ്. അതായത് ഇതിലൂടെ ഒന്നും കറണ്ട് പാസ് ചെയ്യില്ല. When we turn on a switch, do we touch the parts through which electricity passes? The parts we touch in electricity appliances are made of insulators. നമ്മളുടെ വീട്ടിലുള്ള സ്വിച്ച്, അതുപോലെ നമ്മളുടെ ഇലക്ട്രിക് ഡിവൈസസ് ഉണ്ടല്ലോ, ലൈക്ക് മിക്സി ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം, അതായത് നമ്മൾ തൊടുന്ന ഭാഗം എന്താണ്? കണ്ടക്ടേഴ്സ് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, ഇൻസുലേറ്റേഴ്സ് കൊണ്ടാണല്ലേ. കാരണം സ്വിച്ചൊക്കെ പ്ലാസ്റ്റിക് അല്ലേ. സ്വിച്ച് ആയാലും മിക്സി ആയാലും ഒക്കെ എന്താണ്, പുറത്തേക്ക് നമുക്ക് തൊടുന്ന ഭാഗം, ടച്ച് ചെയ്യുന്ന ഭാഗം കറണ്ട് കടത്തി വിടാൻ അനുവദിക്കാത്ത ഇൻസുലേറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക. അത് കണ്ടക്ടർ കൊണ്ടാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഡിവൈസ് തൊടുമ്പോൾ തന്നെ ഷോക്ക് ഏൽക്കും അല്ലേ, ഷോക്ക് അടിക്കും. What about the parts that conduct electricity? There are many situations where conductors and insulators are used. Tablet such situations you are familiar with. ഇനി നമ്മളുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടല്ലോ, ആ പാർട്ടൊക്കെ കണ്ടക്ടേഴ്സ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതിന് രണ്ടിനും എക്സാമ്പിൾസ് ആക്കിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ, നമ്മൾ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ദ കോപ്പർ വയർ ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ. ദെൻ അലൂമിനിയം ഓർ കോപ്പർ വയർ ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ഹൗസസ്. ഇൻ ഇലക്ട്രിക് ഡിവൈസസ് ദ പാർട്ട് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. ഫ്യൂസ് വയേഴ്സ് ആർ മെയ്ഡ് ഓഫ് കണ്ടക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഇലക്ട്രിക് ഡിവൈസിൽ കണ്ടക്ടർ ആവശ്യമുള്ള പാർട്ട്, പിന്നെ ഫ്യൂസ് വയറുകൾ, അലൂമിനിയം, കോപ്പർ വയർ, അതൊക്കെ എന്താണ്, മെറ്റൽസ് ആണ്. ആ വയറൊക്കെ നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ കോപ്പർ വയർ. കോപ്പർ വയറിന് മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ചുറ്റി കൊടുക്കുന്നത്. ഇൻസുലേഷൻ ടാപ്സ് ആർ യൂസ്ഡ് വൈൽ കണക്ടിങ് ദ വയേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്. ദ പാർട്ട് വി ടച്ച് ഓൺ ദ സ്വിച്ച് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. സ്വിച്ചിൻ്റെ നമ്മൾ തൊടുന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻ ഇലക്ട്രിക് അപ്ലയൻസസ് ദ ഔട്ടർ പാർട്ട് ഈസ് മെയ്ഡ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അതുപോലെ ഇലക്ട്രിക് ഡിവൈസസ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മിക്സി, ഫ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ, വാഷിംഗ് മെഷീൻ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ അതിൻ്റെ നമ്മൾ തൊടുന്ന ഭാഗം അല്ലെങ്കിൽ പുറം ഭാഗം ഇൻസുലേറ്റേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Let's repeat the experiment that you have done to distinguish conductors and insulators. Connect the ends A and B using each of the following substances. ഇനി നമ്മൾ നേരത്തെ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും പഠിച്ചപ്പോൾ ഏതൊക്കെയാണ്, ഒരുപാട് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും വെച്ചിട്ട് ഈ സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ലേ. അതിന് പകരം ഇനി അയൺ നെയിൽ, ആ എയും ബിയും, റെഡ് വയറും ബ്ലൂ വയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് വെച്ച് കണക്ട് ചെയ്യുക. ഏതൊക്കെയാണ്? അയൺ നെയിൽ, കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്, അലൂമിനിയം വയർ, എ പീസ് ഓഫ് സിങ്ക്, ലെഡ് വയർ, മെഗ്നീഷ്യം റിബൺ ആൻഡ് എ പീസ് ഓഫ് ടിൻ ഷീറ്റ്. ഈ ഓരോ വസ്തുക്കളും കൊണ്ട് മാറ്റി മാറ്റി നിങ്ങൾ ഈ സർക്യൂട്ട് പൂർത്തിയാക്കുക. ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ എല്ലാ വസ്തുക്കളും വെച്ച് നമ്മൾ സർക്യൂട്ട് പൂർത്തിയാക്കുമ്പോഴും ആ LED മൊഡ്യൂൾ ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം എന്താണ്? ഈ എല്ലാ സബ്സ്റ്റൻസസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിക്കും.
ഡു ദീസ് സബ്സ്റ്റൻസസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ സബ്സ്റ്റൻസസിനൊക്കെ എന്തെങ്കിലും കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടോ? യെസ്, ദീസ് ആർ മെറ്റൽസ് അല്ലേ. ഈ എല്ലാ വസ്തുക്കളും എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും മെറ്റൽസ് ആണ്. ബിക്കോസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ മെറ്റൽസും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, നല്ല കണ്ടക്ടേഴ്സ് ആണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അനുവദിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി മെറ്റൽസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. മെറ്റൽസ് ആർ ലസ്ട്രസ്, ഹാർഡ് ആൻഡ് സ്ട്രോങ് സബ്സ്റ്റൻസസ്. മെനി മെറ്റൽസ് ലൈക്ക് അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ എക്സെട്ര ഹാവ് ബിൻ ഡിസ്കവേർഡ്. എന്താണ് മെറ്റൽസ് എന്ന് പറയുന്നത്? എന്താണ്, വളരെയധികം ഉറപ്പുള്ള കാഠിന്യമുള്ള വസ്തുക്കളാണ്. ഇതെന്താണ്, അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി തുടങ്ങിയിട്ടുള്ള, നിക്കൽ തുടങ്ങിയിട്ടുള്ള മെറ്റൽസൊക്കെ കണ്ടുപിടിച്ച മെറ്റൽസ് ആണ്. യൂഷ്വലി മെറ്റൽസ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ് അണ്ടർ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ബട്ട് മെർക്കുറി എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. സാധാരണ എല്ലാ മെറ്റൽസും എന്താണ്, നോർമൽ ടെമ്പറേച്ചറിൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. പക്ഷേ എക്സെപ്റ്റ് വാട്ട്, മെർക്കുറി. മെർക്കുറി മാത്രം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റലാണ്. ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ മെറ്റൽസും കറണ്ട് പാസ് ചെയ്യാൻ അനുവദിക്കുന്ന കണ്ടക്ടേഴ്സാണ്. ദ ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് മെറ്റൽസ് ഹാവ് ബ്രോഡ് റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. മെറ്റൽസിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ അഗ്രികൾച്ചർ, ടൂൾസ് ആൻഡ് സോഷ്യൽ ലൈഫ് ഫ്രം ദ പാലിയോലിത്തിക് ടു ദ ബ്രോൺസ് ഏജ്. നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, ആദിമ മനുഷ്യരുടെ ജീവിതം പാലിയോലിത്തിക് ഏജിൽ നിന്ന് ബ്രോൺസ് ഏജിലേക്ക് എത്തിയപ്പോൾ, അതായത് മെറ്റൽസിൻ്റെ യൂസുള്ള ബ്രോൺസ് ഏജിലേക്ക് എത്തിയപ്പോൾ കൃഷിയുടെ കാര്യത്തിലായാലും കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതുപോലെ സാമൂഹിക ജീവിതത്തിലായാലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. In the circuit we have made, the electricity from the battery reaches the bulb through the metal wire coated with plastic. നമ്മൾ ഉണ്ടാക്കിയ സർക്യൂട്ടുകളിലൊക്കെ കറണ്ട് എങ്ങനെയാണ് വരുന്നത്? മെറ്റൽ വയറിലൂടെയാണ് അല്ലേ വരുന്നത്. അതായത് മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയ വയർ, ഉള്ളിൽ മെറ്റൽസ്, അതിന് പുറത്ത് പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുള്ള മെറ്റൽസ്. കണ്ടോ, ആ വയറുകളുടെ ചിത്രങ്ങളാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റാലിക് വയേഴ്സ് ഇൻ അവർ ഹോംസ്. റിമൂവ് ദ ഇൻസുലേഷൻ ആൻഡ് എക്സാമിൻ ദ മെറ്റാലിക് വയേഴ്സ് ഇൻസൈഡ്. അതിൻ്റെ പുറത്ത് ചുറ്റിയിരിക്കുന്ന ഇൻസുലേഷൻസ് ഉണ്ടല്ലോ, അതായത് ആ പ്ലാസ്റ്റിക് കോട്ടിങ് പല കളറിലുള്ള റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക് ഒക്കെയുള്ള ആ ഇൻസുലേറ്റർ ഒഴിവാക്കിയിട്ട്, അത് നിങ്ങൾക്ക് കത്രിക കൊണ്ട് ബ്ലേഡ് വെച്ചിട്ട് കീറിയാൽ കിട്ടും. അത് ഒഴിവാക്കിയിട്ട് അതിനുള്ളിലുള്ള ആ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആ വയർ നിരീക്ഷിക്കുക. വിച്ച് മെറ്റൽ ഡു വി നോർമലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഇലക്ട്രിക് ലൈൻസ്? ഇലക്ട്രിക് ലൈൻസിലൂടെ സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റാലിക് വയർ ഏതാണ്? അലൂമിനിയം ആണ് കേട്ടോ. അലൂമിനിയത്തിൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ നോട്ട് യൂസിങ് കോപ്പർ വയർ ഇൻ ദ ഇലക്ട്രിക് ലൈൻസ് ഇൻക്വയർ? കോപ്പർ വയർ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? സാധാരണയായി നമ്മളുടെ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കോപ്പർ വയേഴ്സാണ് യൂസ് ചെയ്യുക. പക്ഷേ ഈ വലിയ ഇലക്ട്രിക് ലൈൻസിലൊന്നും നമ്മൾ കോപ്പർ വയർ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം, അതിന് പകരം അലൂമിനിയം വയർ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? കോപ്പർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അലൂമിനിയം. കാരണം അലൂമിനിയത്തെക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, വില കൂടുതലാണ് കോപ്പറിന്. കോപ്പർ ഈസ് ഡെൻസർ ആൻഡ് ഹെവിയർ ദാൻ അലൂമിനിയം, മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ, എസ്പെഷ്യലി ഫോർ ഓവർ ഹെഡ് ലൈൻസ്. അതുപോലെ അലൂമിനിയത്തെക്കാട്ടിലും കുറച്ചുകൂടെ വെയിറ്റും ഭാരവും ഡെൻസിറ്റിയും ഒക്കെ സാന്ദ്രതയൊക്കെ കൂടിയ ഒരു വയറാണ് കോപ്പർ. സോ അത് വലിയ തോതിൽ നമ്മൾ എന്താണ് പറയുക, കണക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൈനൊക്കെ വലിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ട് വരും. Copper can corrode when exposed to air and moisture, which can reduces its conductivity and lifespan. അതുകൂടാതെ കോപ്പർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, മോയ്സ്ചർ ഈർപ്പമൊക്കെ തട്ടുന്ന സമയത്ത്, അതുപോലെ അന്തരീക്ഷത്തിൽ ഈർപ്പമൊക്കെ തട്ടുന്ന സമയത്ത് അത് കൊറോഷൻ സംഭവിക്കും, അതായത് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി, ലൈഫ് സ്പാനും കുറയാനായിട്ട്, കണ്ടക്ടിവിറ്റി കുറയും, അതുപോലെ തന്നെ ലൈഫ് സ്പാൻ അധികം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും, വയർ മാറ്റി കൊടുക്കേണ്ടി വരും. സോ അലൂമിനിയം ഈസ് എ മോർ പ്രാക്ടിക്കൽ ചോയ്സ് ഫോർ ഇലക്ട്രിക് ലൈൻസ് ഡ്യൂ ടു ഇറ്റ്സ് ലോവർ കോസ്റ്റ്, ലൈറ്റർ വെയ്റ്റ് ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. അപ്പോൾ 3 കാര്യങ്ങൾ കൊണ്ടാണ് അലൂമിനിയം വയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ലോവർ കോസ്റ്റ്, ചിലവ് കുറവ്, ലൈറ്റർ വെയ്റ്റ്, ഭാരം കുറവ്, അതുപോലെ കൊറോഷൻ റെസിസ്റ്റൻസ്, കൊറോഷനെതിരെ പ്രതിരോധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൊറോഷൻ പെട്ടെന്ന് സംഭവിക്കാത്തത് കൊണ്ട്. ലെറ്റ്സ് ഗെറ്റ് ടു നോ മോർ ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇനി കുറച്ചുകൂടി ഇലക്ട്രിക് സർക്യൂട്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഫാർ വി ഹാവ് മെയ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ് യൂസിങ് LEDs. Can you make more circuits by including other devices? Observe the pictures. You may be familiar with the materials shown in the pictures. Let's try to make different circuits using them.
Work in groups and arrange circuits in any board like hardboard, cardboard or cork sheet. Present the circuits before the class. Let's each group examine the circuits made by other groups. അപ്പോൾ നിങ്ങൾ LED മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു സർക്യൂട്ട് ഉണ്ടാക്കി അല്ലേ. ഇനി അതിൻ്റെ പകരം താഴെ തന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ആ ഐറ്റംസ് വെച്ചിട്ട് പുതിയ സർക്യൂട്ട്സ് ഗ്രൂപ്പുകളിലായിട്ട് തിരിഞ്ഞുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവിൻ യു പ്രിപ്പയർഡ് സെപ്പറേറ്റ് സർക്യൂട്ട്സ് ഫോർ ഓപ്പറേറ്റിംഗ് LED മൊഡ്യൂൾ ആൻഡ് മിനി മോട്ടോർ. ഇപ്പോൾ LED മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിനും മിനി മോട്ടോർ ഉണ്ടാക്കുന്നതിനും നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ട്സ് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് യു ഇൻക്ലൂഡ് ഓൾ ഓഫ് ദം ഇൻ ദ സെയിം സർക്യൂട്ട് ടു ഓൾ ദ ഡിവൈസസ് ഇൻ യുവർ ഹോം സ്റ്റാർട്ട് ഫങ്ഷൻസ് വെൻ എ സിംഗിൾ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഇനി ഒരു സർക്യൂട്ടിലാണ് നമ്മൾ എല്ലാ വസ്തുക്കളും തമ്മിൽ ചേർത്തിട്ട് കണക്ട് ചെയ്ത് സർക്യൂട്ട് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ എല്ലാ വസ്തുക്കൾക്കും ഒരൊറ്റ സ്വിച്ചാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എല്ലാ വസ്തുക്കളും ഓപ്പറേറ്റ് ചെയ്യും അല്ലേ. നമുക്ക് ഒരു പക്ഷേ റൂമിൽ ലൈറ്റായിരിക്കും വേണ്ടിയിരിക്കുക. ലൈറ്റ് ഇടുമ്പോൾ തന്നെ ഫാനും മിക്സിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാ അപ്ലയൻസസും എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെ ആയിരിക്കും. സോ ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് സർക്യൂട്ട് വേണം. ഇഫ് സോ ഹൗ മെനി സർക്യൂട്ട്സ് വിൽ ബി നീഡഡ് ഇൻ ദ ഹൗസ്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ എത്ര സർക്യൂട്ട്സ് വേണം? എത്ര ഡിവൈസസ് ഉണ്ടോ അതിനനുസരിച്ച് അത്രയും സർക്യൂട്ട്സ് വേണ്ടി വരും അല്ലേ. ഇപ്പോൾ മാസ്റ്റർ സ്വിച്ച് ഒക്കെ ഉണ്ട്. നമ്മളൊരു ഒരു സ്വിച്ച് ഇടുന്ന സമയത്ത് തന്നെ വീട്ടിലുള്ള പുറമേയുള്ള എല്ലാ ലൈറ്റ്സിനും കൂടെ ഒറ്റ കണക്ഷന്. അങ്ങനെയുള്ള മാസ്റ്റർ സ്വിച്ചുകളും ഇപ്പോൾ ഉണ്ട് കേട്ടോ. ചെക്ക് ഹൗ മെനി സർക്യൂട്ട്സ് ആർ ദെയർ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര സർക്യൂട്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ. ലൈറ്റ് ഉണ്ടായിരിക്കും, ഫാൻ ഉണ്ടായിരിക്കും, പിന്നെ പ്രൊജക്ടറിനുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. അത് നിങ്ങൾ എഴുതുക. വാട്ട് ടൂൾസ് ഡിഡ് യു യൂസ് ടു മേക്ക് ദ സർക്യൂട്ട്സ്? ഹാവ് യു സീൻ ഇലക്ട്രീഷ്യൻസ് യൂസ് ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് സച്ച് ആസ് കട്ടിംഗ് വയേഴ്സ്, സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ ഇലക്ട്രീഷ്യൻസ് വയറിങ്ങിൻ്റെ ജോലി എടുക്കുന്നവർ പലതരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. നോക്കൂ, അവർ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് താഴെ. കട്ടിംഗ് പ്ലയേഴ്സ് ഉണ്ട്, സ്ട്രിപ്പർ ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ടെസ്റ്റർ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദ എബവ് ടൂൾസ് ഫ്രം എൻ ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യനോട് ചോദിച്ചിട്ട് ഈ വസ്തുക്കളുടെ ഈ ടൂളിൻ്റെ യൂസ് എന്താണെന്ന് എഴുതണം. കട്ടിംഗ് പ്ലയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ കട്ടിംഗ് വയറാണ്, വയർ കട്ട് ചെയ്യാൻ. സ്ട്രിപ്പർ യൂസ് ചെയ്യുന്നത് സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻസ് സ്ട്രിപ്പ് ചെയ്യാൻ. സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നത് ടൈറ്റനിങ് ഓർ ലൂസനിങ് സ്ക്രൂസ് ടൈറ്റാക്കാനും ലൂസാക്കാനും വേണ്ടിയിട്ട്. ടെസ്റ്റർ യൂസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടോ ഏതെങ്കിലും ഡിവൈസിൽ കറണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. നെക്സ്റ്റ്, സിംബൽസ്. ഹൗ മെനി സർക്യൂട്ട്സ് ഡിഡ് ഈച്ച് ഗ്രൂപ്പ് മേക്ക്? Write down the materials used in each circuit. Certain signs are used to indicate the components in circuits. These are symbols. Some commonly used symbols are given below. Let's get familiar with them. അപ്പോൾ നമ്മളുടെ സർക്യൂട്ടിൽ ഓരോ കോമ്പണൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഓരോ സിമ്പിളാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ അടയാളമാണ് യൂസ് ചെയ്യുക. ആ സിമ്പിൾസാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തെ കണ്ടക്റ്റിംഗ് വയറിൻ്റെ ഒറിജിനൽ ചിത്രം അവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ സിമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ഓഫുള്ള സ്വിച്ചിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വിച്ച് ഓൺ ഉള്ള സ്വിച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിമ്പിൾ എങ്ങനെയാണ്? അതുപോലെ സെല്ലിനെ യൂസ് ചെയ്യുന്നത് നോക്കൂ എങ്ങനെയാണ് സിമ്പിൾ. ബാറ്ററി യൂസ് ചെയ്യുന്നത് 2 സെൽസ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അൺലിറ്റ് ബൾബ്, കത്താത്തൊരു ബൾബ്, ഗ്ലോയിങ് ബൾബ്, പ്രകാശിക്കുന്ന ബൾബ് എങ്ങനെയാണ്? ബസർ എങ്ങനെയാണ്? മിനി മോട്ടോർ എങ്ങനെയാണ്? LED എങ്ങനെയാണ്? അപ്പോൾ ഇതുകൊണ്ട് എന്നുള്ള മെച്ചം എന്താണ്? നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ പിക്ചർ ഒറിജിനൽ ഫിഗർ വരയ്ക്കേണ്ട, പകരം ആ സിമ്പിൾസ് വരച്ചു കൊടുത്താൽ മതി. ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്സ്. ഐഡൻറ്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് A, B, C ആൻഡ് D. താഴെ നമുക്ക് 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും പേര് ഏതൊക്കെയാണ് സിമ്പിൾ യൂസ് ചെയ്തത് എന്ന് എഴുതണം. സോ സർക്യൂട്ട് 1 എ എന്താണ്? അൺലിറ്റ് ബൾബാണ്, പ്രകാശിക്കാത്ത ബൾബാണ്. B സെല്ലാണ്. C സ്വിച്ച് ഓഫാണ്. D എന്താണ് പറയുക? കണ്ടക്ടറാണ് കേട്ടോ. ഈ കണ്ടക്റ്റിംഗ് വയർ എന്ന് എഴുതിയാലും മതി. ഇനി സർക്യൂട്ട് 2 A ഗ്ലോയിങ് ബൾബാണ്, B സെല്ലാണ്, C സ്വിച്ച് ഓൺ ആണ്, D കണ്ടക്റ്റിംഗ് വയറാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 സർക്യൂട്ട്സ്? ഈ 2 സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോക്കൂ, സർക്യൂട്ട് A, ഒന്നാമത്തെ സർക്യൂട്ടിൽ സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ആ ബൾബ് എന്താണ്? അൺലിറ്റാണ്, അല്ലെങ്കിൽ പ്രകാശിക്കാത്ത ബൾബാണ്. സെക്കൻഡ് സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ മോഡാണ്, അതുകൊണ്ട് ആ ബൾബ് ഗ്ലോയിങ് ആണ്. From circuit to device, we can use 9-volt battery and LED module for making an emergency lamp. How will you connect them to make a circuit? Try to draw it. നിങ്ങളൊരു 9-volt ബാറ്ററിയും LED മൊഡ്യൂളും എമർജൻസി ലാമ്പിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്?
നമുക്ക് സിമ്പിളാണ്. സ്വിച്ച് നമുക്ക് ആ കണ്ടക്റ്റിംഗ് വയറിനിടയിൽ ഒരു സ്വിച്ച് കൂടെ ഘടിപ്പിച്ച് കൊടുക്കണം അല്ലേ. പിന്നെ ബാറ്ററി നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് സർക്യൂട്ട് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ അറേഞ്ചിങ് ദ സർക്യൂട്ട് ചെക്ക് വെദർ ദ LED ഗ്ലോസ്. സർക്യൂട്ട് പൂർത്തിയായ ശേഷം LED ബൾബ് പ്രകാശിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നൗ വി നീഡ് എ സ്റ്റാൻഡ് ഓൾസോ. The easy way of making a stand is given in the figures. Examine them and find out the materials used. ഇനി എമർജൻസി ലാമ്പിനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള 4 മെത്തേഡ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. ടേക്ക് എ ഹാഫ് ലിറ്റർ ബോട്ടിൽ വിത്ത് എ വൈഡ് മൗത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ 1. Fill it with stand. Put 2 holes in the cap as shown in figure 2. Make holes in the pipe also as shown figure 3. Fix the PVC pipe in the hole on the cap. Arrange the circuit as shown in figure 4. നോക്കൂ, ചിത്രം നോക്കി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിൻ്റെ അടപ്പിൽ നമ്മളൊരു PVC പൈപ്പ് കൊള്ളുന്ന ഭാഗത്തിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യണം? സാൻഡ് വെച്ച് നിറയ്ക്കണം, മണൽ വെച്ച് നിറയ്ക്കണം. പിന്നെ ഇത് പൈപ്പിൻ്റെ ഈ ബോട്ടിലിൻ്റെ അടപ്പ് അതിന് ഹോൾ ഇടേണ്ടത് നോക്കൂ. നിങ്ങൾക്ക് സ്വിച്ച് പ്ലേസ് ചെയ്യാനൊരു ഹോളും വേണം, സ്വിച്ചിൻ്റെ ഭാഗത്തിനൊരു ഹോളും വേണം. PVC പൈപ്പ് കടത്തിവിടാനുള്ളൊരു ഹോളും വേണം. പിന്നെ PVC പൈപ്പിൽ നിങ്ങൾ 3 ഹോൾ ഇടണം. എന്തിനാണ്? ഏറ്റവും മുകളിൽ എന്താണ് വയറ് കടത്തിവിടാൻ, LED ലൈറ്റ് നമുക്കുള്ളിൽ വെക്കണമല്ലോ, അതിനുള്ള ഒരു ഹോള്. പിന്നെ അതുപോലെ രണ്ടാമത്തേത് നോക്കൂ, ദ ഹോൾ ഫോർ ഫിക്സിങ് വയർ ഫ്രം പൈപ്പ് ടു ദ സ്വിച്ച്. പൈപ്പിൽ നിന്ന് സ്വിച്ചിലേക്ക് വയർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോള്. അങ്ങനെ 2 ഹോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ നാലാമത്തെ പിക്ചർ നോക്കൂ. അതുപോലെ നമ്മൾ ആ സ്ട്രിപ്പിനുള്ളിലൂടെ ആദ്യത്തെ ഹോളിനുള്ളിലൂടെ LED മൊഡ്യൂൾ ഇറക്കിയിട്ട് ആ വയർ കണ്ടോ, സ്വിച്ചൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് സെക്കൻഡ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പേ അറ്റൻഷൻ ടു ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ മേക്കിംഗ് ദ എമർജൻസി ലാമ്പ്. എമർജൻസി ലാമ്പ് ഉണ്ടാക്കുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ദ സർക്യൂട്ട് ഷുഡ് ബി മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വയർ ഫ്രം LED ടു സ്വിച്ച് ആൻഡ് ഫ്രം ദ സ്വിച്ച് ടു ദ ബാറ്ററി ആർ നോട്ട് എക്സ്പോസ്ഡ്. LED മൊഡ്യൂളിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ആ താഴെയുള്ള ബാറ്ററിയിലേക്കും ഉള്ള വയേഴ്സ് എന്താണ് പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ വേണം ചെയ്യാനായിട്ട്. ബാറ്ററി ഷുഡ് ബി ഫിക്സഡ് ഫേംലി ഇൻ ദ സാൻഡ്. മണലിൽ വളരെ കൃത്യമായിട്ട് ബാറ്ററി ഘടിപ്പിച്ചിരിക്കണം. ദ എമർജൻസി ലാമ്പ് ഷുഡ് ബി ലിഫ്റ്റഡ് ഓൺലി ബൈ ഹോൾഡിംഗ് ദ ബോട്ടിൽ പിടിച്ചുകൊണ്ട് മാത്രമേ എമർജൻസി ലാമ്പ് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എമർജൻസി ലാമ്പ് എടുക്കാവോ. More than one LED module can be used for getting light in all directions. Insulation tapes of different colors can be used to make the emergency lamp more attractive. Exhibit the emergency lamp made by each group before the class. Select the best one based on the indicators given below. അപ്പോൾ LED മൊഡ്യൂൾ ഒന്നിലധികം നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഭാഗത്തേക്കും വെളിച്ചം കിട്ടുന്ന രൂപത്തിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ എമർജൻസി ലാമ്പ് കുറച്ചുകൂടെ ഭംഗിയുള്ളതാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബോട്ടിൽ നിങ്ങൾക്ക് വ്യത്യസ്ത കളറിലുള്ള ഇൻസുലേഷൻസൊക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ എമർജൻസി ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പുകളും തരംതിരിഞ്ഞ് എന്ത് ചെയ്യുക, എക്സിബിഷൻ ചെയ്യുക. പിന്നെ എന്താണ്, അതിലെ ഏറ്റവും നല്ല എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയ ഗ്രൂപ്പ് ഏതാണോ അത് താഴെ പറയുന്ന ബേസിസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. എന്തൊക്കെ വേണം നോക്കാനായിട്ട്? എഫിഷ്യൻസി, ഏറ്റവും കൂടുതൽ നല്ല കാര്യക്ഷമതയുള്ള എമർജൻസി ലാമ്പ് ഏതാണ്, അട്രാക്റ്റീവ്നെസ്, കാണാൻ ഭംഗിയുള്ളത്, പിന്നെ ഡ്യൂറബിലിറ്റി, അതുപോലെ നല്ല ഈടും ഉറപ്പും വേണം. ഹൗസ് ഹോൾഡ് എഫിഷ്യൻസി, ഇലക്ട്രിസിറ്റി. We have used a 9-volt battery to make an emergency lamp. Will we get an electric shock if we touch the wire connected to the battery? നമ്മൾ ഉണ്ടാക്കിയതൊരു 9 വോൾട്ട് കിട്ടുന്ന ബാറ്ററി കൊണ്ടുള്ള എമർജൻസി ലാമ്പാണല്ലേ. അപ്പോൾ അത് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കുമോ? ഇല്ല. ഇഫ് സംഹൗ ദ ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് ഹോം പാസസ് ത്രൂ അവർ ബോഡി ഇറ്റ് ക്യാൻ കോസ് ഇലക്ട്രിക് ഷോക്ക്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഡിവൈസസിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ് മക്കളെ? ബിക്കോസ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. 230 വോൾട്ട് ഇലക്ട്രിസിറ്റിയാണ്. വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ പറഞ്ഞു, ദ ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് ഹോം ഈസ് ഓഫ് 230 വോൾട്ട്. ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു യൂസ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി വൈൽ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ 230 വോൾട്ടിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ സപ്പോസ് നമ്മുടെ കൈ എന്തെങ്കിലുമൊക്കെ തട്ടുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. അതുകൊണ്ടാണ് വോൾട്ട് കുറഞ്ഞ ബാറ്ററീസൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുന്നത്.
ഇനി എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് വെൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നു. അവർ ബോഡി ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ സിൻസ് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവിങ് സെൽ. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കോശങ്ങളിൽ സെൽസിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം എന്താണ് നല്ലൊരു ഇലക്ട്രിക് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. Electric shock occurs when a broken power line or an external electric source like an uninsulated circuit comes into contact with the body. നമ്മുടെ ശരീരവുമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് സോഴ്സിൽ നിന്നുള്ള എന്താണ് ഒരു പവർ അത് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റ് ചെയ്യാത്ത ഒരു സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ശരീരം സ്പർശിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഷോക്ക് ഏൽക്കുന്നത്. സംടൈംസ് ദിസ് കോസസ് സെവിയർ ബേൺസ്. കാർഡിയാക് അറസ്റ്റ് ഈസ് ദ മേജർ റീസൺ ഫോർ ഡെത്ത് ഡ്യൂ ടു ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ചില സമയത്ത് കൂടുതൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുമ്പോൾ എന്താവുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ബേൺ ആവുന്നു, പൊള്ളാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മരണം സംഭവിക്കാൻ കാരണം എന്താണ്, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് കേട്ടോ, ഹൃദയാഘാതം സംഭവിക്കുന്നത് കൊണ്ടാണ്. Observe the given situations. Find out the situations in which there is a chance for electric shock and put a tick mark in the appropriate boxes. നമുക്ക് താഴെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, അതിൽ നേരെ ടിക്ക് ഇടുകയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കൂ, യൂസിങ് ഡിവൈസസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയിലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുക, അവിടെ ഷോക്ക് ഏൽക്കില്ല. ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. സ്വിച്ച് ഓൺ ആയിക്കൊണ്ടിരിക്കുക, ബൾബ് മാറ്റുക, അപ്പോൾ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ടേണിംഗ് ഓൺ എ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നനഞ്ഞ കൈകളോട് കൂടിയിട്ട് ഒരു സ്വിച്ച് ഇടുക, അപ്പോഴും ഷോക്ക് ഏൽക്കും. റിമൂവിങ് ദ ഫാൻ ഫ്രം ദ സീലിംഗ് ആഫ്റ്റർ ടേണിംഗ് ദ മെയിൻ സ്വിച്ച് ഓഫ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം സീലിംഗിൽ നിന്ന് ഫാൻ അഴിച്ചെടുക്കുക, അപ്പോൾ അവിടെ ഷോക്ക് ഏൽക്കില്ല. റിമൂവിങ് ദ പ്ലഗ് പിൻ വിത്തൗട്ട് സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്യാതെ പ്ലഗിൽ നിന്ന് പിന്നെ എടുക്കുക, അപ്പോൾ അവിടെ എന്താണ് പ്ലഗ് ചെയ്തത് അഴിക്കുന്ന സമയത്ത് എന്താണ് ഷോക്ക് ഏൽക്കും കേട്ടോ. പിന്നെ യൂസിങ് വയേഴ്സ് വിത്തൗട്ട് പ്രോപ്പർ ഇൻസുലേഷൻ. കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്യാതെ വയർ ഉപയോഗിക്കുക, അവിടെയും ഷോക്ക് ഏൽക്കും. റിപ്പയറിംഗ് ഡിവൈസസ് വൈൽ സ്വിച്ചസ് ആർ ടേൺഡ് ഓൺ. സ്വിച്ച് ഓൺ ആയിക്കൊണ്ടിരിക്കെ വയേഴ്സ് സ്വിച്ചുകൾ എന്താണ് ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിവൈസസ് റിപ്പയർ ചെയ്യാം, അപ്പോഴും ഷോക്ക് ഏൽക്കും. യൂസിങ് ഫുട്വെയർ വൈൽ അയണിങ് ക്ലോത്ത്സ്. വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുമ്പോൾ ചെരുപ്പ് ധരിക്കുക, അപ്പോൾ ഷോക്ക് ഏൽക്കില്ല. Having to found out the situations in which you are likely to get an electric shock. Has anyone in your house experienced a severe shock? If so, in what context did it happen? Share your experience with the class. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഷോക്ക് ഏറ്റിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഷോക്ക് ഏറ്റിട്ടുണ്ടോ, അങ്ങനെ ഷോക്ക് ഏൽക്കാനിടയായ സിറ്റുവേഷൻ ഏത്, അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. What are the precautions to be taken while handling electrical appliances? Write them down in the science diary. വീട്ടിലെ എന്താണ് കറണ്ട് കൊണ്ടുള്ള ഡിവൈസസ് ഒക്കെ അല്ലെങ്കിൽ ഗാർഹിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Always read the manufacturer's instructions and safety guidelines before using any electrical appliances. കറണ്ട് കൊണ്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവിടെ എഴുതിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളൊക്കെ, അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നിർദ്ദേശങ്ങളൊക്കെ, അതൊക്കെ പാലിക്കുക. സ്വിച്ച് ഓഫ് ആൻഡ് അൺപ്ലഗ് അപ്ലയൻസസ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാത്ത സമയത്ത് വസ്തുക്കളുടെ സ്വിച്ച്, ഡിവൈസസിൻ്റെയൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക. കീപ് അപ്ലയൻസസ് എവേ ഫ്രം ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് ഒഴിവാക്കുക. നെവർ ഹാൻഡിൽ ഇലക്ട്രിക് അപ്ലയൻസസ് വിത്ത് വെറ്റ് ഹാൻഡ്സ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്സ്. ഒരിക്കലും നനഞ്ഞ കൈകൾ കൊണ്ട് ഇലക്ട്രിക് അപ്ലയൻസസ് യൂസ് ചെയ്യാൻ പാടില്ല. Regularly check the cords and plug for damage. Do not use appliances with frayed cords or broken plugs. ഒരു അപ്ലയൻസിൻ്റെ വയറും അതുപോലെ അതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക. ഓൾവേസ് ടേൺ ഓഫ് ആൻഡ് അൺപ്ലഗ് അപ്ലയൻസസ് വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ് ഓർ ബിഫോർ ക്ലീനിങ് ദം. എന്തെങ്കിലും അപ്ലയൻസസ്, ഇലക്ട്രിക് അപ്ലയൻസസ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതുപോലെ അത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, അത് അൺപ്ലഗ് ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യരുത്, അൺപ്ലഗ് ചെയ്യുക. ദെൻ കീപ്പ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ മാറ്റി വയ്ക്കുക. കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വെക്കരുത്. ലൈറ്റ്നിങ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇനി ഇടിമിന്നലും ഇലക്ട്രിസിറ്റിയും അതുപോലെ എന്താ ബന്ധമുണ്ടോ മക്കളെ, നമുക്ക് നോക്കാം. ഹാവ് യു നോട്ടീസ് ദ ലൈറ്റ്നിങ് ഡ്യൂറിങ് റെയിനി സീസൺ? ക്ലൗഡ്സ് ഹാവ് എ വെരി ഹൈ ഇലക്ട്രിക്കൽ ചാർജ്. Lightning is caused by the transfer of charge in clouds to nearby clouds or to the earth. Lightning strikes cause accidents because it is a very powerful electric current.
മഴക്കാലങ്ങളിലൊക്കെ ഇടിമിന്നൽ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ക്ലൗഡ്സിൽ, മേഘങ്ങളിൽ വളരെയധികം വലിയ തോതിലുള്ള ഇലക്ട്രിക് ചാർജ് സംഭരിച്ചു വെക്കുന്നുണ്ട്. ഈ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടിമിന്നൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലൗഡിൽ നിന്ന് മറ്റൊരു ക്ലൗഡിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്ലൗഡിൽ നിന്ന് എർത്തിലേക്ക് ഉള്ള എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ആ ചാർജിൻ്റെ ട്രാൻസ്ഫറിങ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഇടിമിന്നൽ ഏൽക്കാൻ ഇടിമിന്നൽ ഏൽക്കുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ടാണ് ഒരാളുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, ഇനി ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത് കേട്ടോ. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ട്രൈ ടു ടച്ച് ഓർ മൂവ് സംവൺ ഹു ഈസ് എക്സ്പീരിയൻസിങ് ആൻ ഇലക്ട്രിക് ഷോക്ക്? വോണ്ട് വി ഓൾസോ ഗെറ്റ് ദ ഷോക്ക്? ഹെൻസ് വൺ ഷുഡ് നെവർ ടച്ച് എ പേഴ്സൺ ഹു ഹാസ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഒരാൾ ഷോക്ക് അടിച്ച് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് അവിടെ കിടക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ അയാളെ പോയി ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഷോക്ക് ഏൽക്കും അല്ലേ? അപ്പോൾ ഒരിക്കലും ഷോക്ക് ഏൽക്കുന്ന ഒരാളെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയി ടച്ച് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഒരു ഇൻസുലേറ്റർ, എന്തെങ്കിലും ഒരു തടിക്കഷ്ണം, നനവില്ലാത്ത ഒരു തടിക്കഷ്ണമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരിക്കില്ലേ, അതുകൊണ്ട് അയാളെ അയാളെ ആ ഷോക്ക് ഏറ്റ സ്ഥലത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കണം. The first thing to be done is to disconnect the electric contact. You can switch off or remove the fuse for this. If it is not possible, separate the person from the electric circuit using a dry wooden stick or some other good insulator. ആദ്യം നിങ്ങൾക്കൊന്നെങ്കിൽ ഈ വ്യക്തിയെ, ഷോക്ക് അടിച്ച വ്യക്തിയെ ഇലക്ട്രിക് കോണ്ടാക്റ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂസ് റിമൂവ് ചെയ്യാം. ഇതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളത്തിൽ നടക്കുന്ന ആൾക്കൊക്കെയാണ് ഷോക്ക് ഏറ്റതെന്നുണ്ടെങ്കിൽ, വെള്ളത്തിലൂടെ വല്ല ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടി വീണ് അങ്ങനെ ആണ് ഷോക്ക് ഏൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഒരു നല്ലൊരു ഇൻസുലേറ്റർ, ലൈക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല തടിയുള്ള കനമുള്ള എന്തെങ്കിലും കമ്പുകളോ അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ, തടി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അയാളെ ഷോക്ക് ഏറ്റ ആ സ്ഥാനത്ത് നിന്നുള്ള കോണ്ടാക്റ്റ് അയാളിൽ നിന്ന് ഇല്ലാതാക്കുക. In the case of heart failure, perform chest compressions. Place one hand on top of the other and apply continuous pressure on the victim's chest. This should be done until the heart starts beating again. ഇപ്പോൾ ഹൃദയമിടിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒരു ഹാൻഡ് ഹൃദയത്തിൻ്റെ ഈ ഭാഗത്ത് എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് കൊടുക്കുക. ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നത് വരെ ആ പ്രൊസീജിയർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. If breathing stops, give artificial respirations. Keep the body warm by massaging. അതുപോലെ ശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്നുകിൽ കൃത്രിമ ശ്വാസം കൊടുക്കുക. അതുപോലെ ശരീരം ഇങ്ങനെ മസാജ് ചെയ്ത് ചൂടാക്കാനും ശ്രമിക്കുക. Generator. Don't we use a generator at school when some fairs or PTA meetings are held? Why is it used? Which fuel is used to operate a generator? അപ്പോൾ നമ്മളുടെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യാറുണ്ടല്ലേ? എന്തിനാ അത് യൂസ് ചെയ്യുന്ന മക്കളെ? കറണ്ട് പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇലക്ട്രിക് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ജനറേറ്ററിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്തൊക്കെയാണ്? ദ ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ, കെറോസിൻ, ഡീസൽ എക്സെട്ര. പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയിട്ടുള്ള ഫ്യൂവൽസിൽ നിന്നൊക്കെ ജനറേറ്ററിൽ എന്ത് ചെയ്യാം, എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. യു ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് ദാറ്റ് ഇൻ എ ജനറേറ്റർ കെമിക്കൽ എനർജി ഫസ്റ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ആൻഡ് ദെൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ജനറേറ്ററിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? കെമിക്കൽ എനർജി ആദ്യം മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും, പിന്നെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. Can generators be used regularly to get electricity at home and school? Discuss on the basis of cost of fuel, pollution, etc. What is the solution? അപ്പോൾ നമുക്ക് വീട്ടിലും സ്കൂളിലൊക്കെ എപ്പോഴും ജനറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ സ്ഥിരമായിട്ടൊരു ഇലക്ട്രിസിറ്റി സോഴ്സായിട്ട്? ഇല്ല. കാരണം എന്താണ്? കാരണം അതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസിനൊക്കെ നല്ല കോസ്റ്റാണ് അല്ലേ? കെറോസിനായാലും പെട്രോൾ, ഡീസലായാലും ഒക്കെ അതിന് ചിലവ് കൂടുതലാണ്. അതുപോലെ അത് നല്ല പൊല്യൂഷനും ഉണ്ടാക്കും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. You might have seen metallic wires stretched over tall poles. From where do these lines bring electricity? How this electricity is generated? The power we use at home is generated by huge generators in hydroelectric power station. അപ്പോൾ ഇതിലും പോൾസിലും അതുപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ എവിടെ നിന്നാണ്? വലിയ അളവിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. How do generators in a hydroelectric power station work?
ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? താഴെ കൊടുത്തിട്ടുണ്ട്. ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് വർക്ക് using the energy obtained when water stored in reservoirs of dams falls from a height. In dams, water which is stored in reservoirs is carried through pipes and made to fall forcefully onto the turbines connected to the generators. The force of falling water rotates the turbines. The generators are connected to the turbines, start to work and produce electricity. This electricity is transmitted to various places through electric lines. അപ്പോൾ നമ്മളുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിലുള്ള ജനറേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിന് വേണ്ട എനർജി ലഭിക്കുന്നത് വലിയ ഡാമിലൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം അത് ഓപ്പൺ ചെയ്യുമ്പോൾ റിസർവോയേഴ്സിലൂടെ വെള്ളം താഴേക്ക് താഴേക്ക് ചാടിയിട്ട് താഴെയുള്ള ടർബൈൻസും ജനറേറ്ററും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ആ ടർബൈന് കറങ്ങുമ്പോൾ ജനറേറ്റർ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടാണ് നമുക്ക് ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ലൈൻസിലൂടെ കിട്ടുന്നത്. A major part of electricity produced in Kerala is from the hydroelectric power station in Idukki. Discuss the merits of hydroelectric power stations as compared to diesel generators based on cost of fuel, pollution, etc. അപ്പോൾ നമ്മളുടെ കേരളത്തിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി അധികവും കിട്ടുന്നത് ഇടുക്കിയിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ നിന്നാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിന് ഉള്ള മേന്മകൾ എന്തൊക്കെയാണ് മക്കളെ? കോസ്റ്റ് കുറവാണ്. അതുപോലെ ഫ്യൂവൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് വാട്ടർ ആണല്ലേ. സോ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ കുറവാണ്. പിന്നെ പൊല്യൂഷനും കുറവാണ്. അതർ പോസിബിലിറ്റീസ് ഫോർ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലാതെ, അതായത് വെള്ളത്തിൽ നിന്നുള്ള കറണ്ട് അല്ലാതെ വേറെ ഏതൊക്കെ തരത്തിലെടുക്കാം? തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ കോള് പോലെയുള്ള ഫ്യൂവൽസൊക്കെ കത്തിച്ച് കിട്ടുന്ന പവേഴ്സാണ് കേട്ടോ, എനർജിയാണ് അത്. പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ വിൻമില്ലിൽ കാറ്റാണ് കേട്ടോ അവിടെ കറണ്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. We have already understood that electricity is produced in our country by using fuels like coal and diesel. We also use the power of wind and tidal waves as well as nuclear energy. അപ്പോൾ നമ്മൾ ടൈഡൽ വേവ്സ് എന്ന് പറയുമ്പോൾ തിരമാലയിൽ നിന്നുള്ള എനർജി കൊണ്ടും കാറ്റിൽ നിന്നുള്ള എനർജി കൊണ്ടും പിന്നെ ന്യൂക്ലിയർ എനർജിയൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കൂ. സോളാർ പാനൽ, ചാന്ദ്രയാൻ 3, സോളാർ കാർ. Solar cell is a device that converts solar energy into electrical energy. Solar panels is a combination of 2 or more solar cells. Solar energy is a solution for the future energy crisis. Cost-effective technologies for harnessing solar energy are to be developed. Researchers are going on for this purpose. അപ്പോൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ലൊരു എനർജി സോഴ്സാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. സോളാർ സെൽ എന്ന് പറയുന്നത് സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഒന്നിലധികം സോളാർ സെൽസ് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സോളാർ പാനൽ എന്ന് പറയുന്നത്. സോളാർ എനർജിക്ക് മറ്റെല്ലാ എനർജി സോഴ്സസിനെയും ഉപേക്ഷിച്ച് പൊല്യൂഷനും കുറവാണ്, അതുപോലെ കോസ്റ്റും കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എഫക്റ്റീവായിട്ട് എങ്ങനെ സോളാർ എനർജി യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള റിസർച്ചസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോണ്ട് വേസ്റ്റ് ഇലക്ട്രിസിറ്റി. The production of electricity has to be increased when there is a higher consumption. Doesn't the generations of more electricity require more fuels? Observe the poster. അപ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കൂടുതൽ കറണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല. അപ്പം അതിനെക്കുറിച്ച് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. സേവ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട്. What message does this poster convey? Which are the circumstances in which electricity is wasted? Discuss. Do the fans and bulbs left working even there's nobody in your classroom? അപ്പോൾ ഈ പോസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതല്ലേ. ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് കുറച്ച് എഴുതി നോക്കാം. ബൾബ്സ് ആൻഡ് ഫാൻ സ്വിച്ച്ഡ് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം. റൂമിൽ ആളില്ലാതെയും ബൾബും ഫാനും ഒക്കെ പ്രവർത്തിക്കുന്നത്. ടി വി സ്വിച്ച്ഡ് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ടു വാച്ച് ഇറ്റ്. ടി വി കാണാൻ ആളില്ലാതെയും ടി വി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൾബ് സ്വിച്ച്ഡ് ഓൺ ഈവൻ ഡ്യൂറിങ് ഡേ ടൈം. പകൽ സമയത്തും വെളിച്ചം ബൾബുകൾ ഇടുന്നത്. റെഫ്രിജറേറ്റർ ലെഫ്റ്റ് ഓപ്പൺ. ഫ്രിഡ്ജ് തുറന്നിടുന്നത്. യൂസിങ് ഔട്ട്ഡേറ്റഡ് അപ്ലയൻസസ് ദാറ്റ് കൺസ്യൂം മോർ ഇലക്ട്രിസിറ്റി.
പഴയ ഹോം അപ്ലയൻസസ് ഒക്കെ കൂടുതൽ ഇലക്ട്രിസിറ്റി കറണ്ട് യൂസ് ചെയ്യുന്ന പഴയ വീട്ടുപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ലീവിങ് ഡിവൈസസ് ഓൺ ചാർജ് ആഫ്റ്റർ ദേ ആർ ഫുള്ളി ചാർജ്ഡ്. ചാർജ് മുഴുവനായ ശേഷവും സ്വിച്ച് ഓൺ ചെയ്തിടുന്നത്. ചാർജേഴ്സ് അല്ലെങ്കിൽ ഡിവൈസ് അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാതെ ഇരിക്കുന്നത് കേട്ടോ. ചാർജേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് പ്ലഗ്ഡ് ഇൻ വെൻ നോട്ട് ഇൻ യൂസ്. ചാർജറുകളും അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസും ഒക്കെ പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്നത്, ഉപയോഗിക്കാതെയും പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്നത്. ഈ സിറ്റുവേഷൻസിലൊക്കെ ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാതെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. വി ഹാവ് ടു അഡോപ്റ്റ് സർട്ടൻ മെഷേഴ്സ് ടു പ്രിവെന്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ടു എൻഷുർ ഇറ്റ്സ് ജുഡീഷ്യസ് യൂസ്. ഇത്തരത്തിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? തടയണം, പ്രിവെൻറ്റ് ചെയ്യണം. പ്രിപ്പയർ എ പോസ്റ്റർ ഹൈലൈറ്റിംഗ് ദീസ് ഫാക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ വൈദ്യുതിയുടെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ എ ബാറ്ററി വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എമർജൻസി ലാമ്പ്? ഒരു ബാറ്ററി എമർജൻസി ലാമ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എനർജി ചേഞ്ച് എന്താണ്? എ, ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ലൈറ്റ് എനർജി. ബി, ലൈറ്റ് എനർജി ചേഞ്ചസ് ഇൻ ടു കെമിക്കൽ എനർജി. സി, chemical energy changes first into electrical energy and then into light energy. D, chemical energy changes into electrical energy. ഇതിൽ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആദ്യം കെമിക്കൽ എനർജി എന്താവുന്നു? ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. പിന്നെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ക്വസ്റ്റ്യൻ 2, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്പൺ സർക്യൂട്ട്? എ, റൊട്ടേഷൻ ഓഫ് ഫാന്. ബി, എ ഡാമേജ്ഡ് ബെല്ലി സ്വിച്ച് ഓൺ. സി, വർക്കിംഗ് ഓഫ് എ മിക്സി. ഡി, ഗ്ലോയിങ് ഓഫ് എ ബൾബ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ മക്കളെ? അവിടെ കറണ്ട് നമുക്ക് എന്താണ്, ഡിവൈസ് വർക്ക് ചെയ്യില്ല അല്ലേ സർക്യൂട്ട് ഓപ്പൺ ആകുമ്പോൾ. സോ എ ഡാമേജ്ഡ് ബെല്ലി സ്വിച്ച് ഓൺ, അതാണ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് വരുന്നത്. Question 3, from where do the artificial satellites get electricity for its working? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് അതിന് വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? എ, സോളാർ പാനൽ. ബി, ഡീസൽ. സി, പെട്രോൾ. ഡി, കോള്. എന്താണ് മക്കളെ? സോളാർ പാനലിൽ നിന്നാണ് കിട്ടുന്നത്. Question 4, sometimes there is power shortage in Kerala during summer season. Why? കേരളത്തിൽ വേനൽക്കാലം ആകുമ്പോൾ പവർ ഷോർട്ടേജ്, നമ്മൾ പവർ കട്ടൊക്കെ കാണാറുണ്ടല്ലേ, അതുണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? A major part of the electricity produced in Kerala is from the hydroelectric power stations. During summer, water levels in reservoirs and rivers decreases, reducing the capacity for hydroelectric generations. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അധികം ലഭിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്, അതായത് വെള്ളത്തിൽ നിന്നുള്ള കറണ്ട് അല്ലേ. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ എന്താണ്, വെള്ളത്തിന് സ്കേഴ്സിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിന് മതിയായിട്ടുള്ള വെള്ളം നമുക്ക് ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് നമുക്ക് പവർ ഫെയിലിയർ വരുന്നത്. Question 5, a person is standing in water, an electric line breaks and falls into the water. Is the person likely to get an electric shock? Give reason. ഒരാൾ വെള്ളത്തിൽ നിൽക്കുകയാണ്, അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഒരു ഇലക്ട്രിക് ലൈൻ, ഒരു കറണ്ട് കമ്പി പൊട്ടി വീണു. അപ്പോൾ അയാൾക്ക് ഷോക്ക് ഏൽക്കുമോ? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. Yes, the person is very likely to get an electric shock. Water is a good conductor of electricity. Electricity can travel quickly through the water, so it can cause an electric shock to anyone standing in or near the water. അപ്പോൾ എന്താണ്, അയാൾക്ക് തീർച്ചയായിട്ടും ഷോക്ക് അടിക്കും. കാരണം വെള്ളം എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ഇലക്ട്രിക് കണ്ടക്ടറാണ് അല്ലേ, ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ്. അപ്പോൾ കറണ്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിലൂടെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്കും ഷോക്ക് അടിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. Question 6, observe the diagram of an open circuit, convert it into a closed circuit using appropriate symbols and draw it. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്, അതായത് വർക്ക് ചെയ്യാത്തൊരു സർക്യൂട്ട് അല്ലേ, ലൈറ്റ് പ്രകാശിക്കാത്തൊരു സർക്യൂട്ട്. സോ നമുക്കറിയാം അവിടെ വയർ കട്ടായിട്ടുണ്ട്, പിന്നെ അതുപോലെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുമില്ല. ഇതിനെ നമുക്ക് എങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് മാറ്റാം, അതായത് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടായിട്ട് മാറ്റാം. അതിനായിട്ട് ആദ്യം ആ ലൈൻസ്, കട്ടായി പോയ ലൈൻ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ലൈറ്റ് പ്രകാശിക്കും, ലൈറ്റ് ഗ്ലോ ചെയ്യും. ഗ്ലോ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയൊരു മാറ്റം വരും ബൾബിന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.